വലില്ലദീന കഫറൂ ബിറബ്ബിഹിം അദാബു ജഹന്നമ വബിഇസൽ മസീർ. അതായിരുന്നു ഇന്നലെ ചർച്ച ചെയ്തത്. അള്ളാഹുവിനെ അവിശ്വസിക്കുകയും തീറ്റിപ്പോറ്റുന്ന റബ്ബിനെ തള്ളുകയും നിഷേധിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ജഹന്നമുണ്ട് എന്നാണ്. ജഹന്നം എന്ന വാക്ക് തോന്നിപ്പിക്കുന്നത് ആഴമേറിയ സ്ഥലം എന്നതാണ് എന്ന് ഇന്നലെ സൂചിപ്പിച്ചിരുന്നു. ഇനിയുള്ള വാക്ക് ശ്രദ്ധിക്കണം. ഇദാ ഉൽഖൂ ഫീഹാ, അത് മാത്രമാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഇദാ ഉൽഖൂ ഫീഹാ, ആ ആഴമേറിയ സ്ഥലത്തേക്ക് ജനങ്ങളെ ഇടപെട്ടാൽ. ഉൽഖൂ എന്നത് അൽഖ എന്നതിന്റെ ബഹുവചനമാണ്. അതിന്റെ കർമ്മണി പ്രയോഗത്തിന്റെ ബഹുവചനമാണ് ഉൽഖൂ. ഇൽഖ എന്നതാണ് അതിന്റെ മസ്തർ എന്ന് പറയും. ഇൽഖ എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യം അവിടെ മനസ്സിലാക്കാം. ഇൽഖ, ഒന്ന്, മേലേന്ന് ആഴമുള്ള സ്ഥലത്തേക്ക് ഇടുന്നതിനാണ് അറബിയിൽ ഇൽഖ എന്ന് പറയുന്നത്. മുകൾ ഭാഗത്ത് നിന്ന് താഴേക്ക് ഒരു സാധനം ഇടുന്നതിനെ കുറിച്ചാണ് ഇൽഖ എന്ന് പറയുന്നത്. രണ്ട്, വളരെ ഇൻസൾട്ട് ആക്കി ഇടുന്നതിനെ കുറിച്ചാണ് പറയാം. നമ്മൾ ബഹുമാനത്തോടെ അങ്ങനെ ഉരുട്ടിയിടുന്നതിനൊന്നും അറിയാം വേണ്ടല്ലോ, ഇതിനാണ് ഇൽഖ എന്ന് പറയുന്നത്. മൂന്നാമത് ആ പ്രയോഗത്തിൽ ശ്രദ്ധിക്കാനുള്ളത് ഇതാ ഉൽഖൂ എന്നാ പറഞ്ഞത്. അവരെ ഇടപെട്ടാൽ അതിന് മനസ്സിലാക്കാനുള്ളത് അവര് സ്വന്തം പോയിട്ട് ചാടൂല. നരകം കണ്ടിട്ട് ആരും സ്വന്തമായിട്ട് കയറൂല. അപ്പൊ വേറെ ആരോ ഇടുകയാണ്, ആ ഇടുന്ന ആളവിടെ പറഞ്ഞിട്ടില്ല. ഈ മൂന്ന് കാര്യമാണ് അതിന് മനസ്സിലാക്കുന്നത്. ജഹന്നം എന്ന് പറഞ്ഞിട്ട് പിന്നെ വിശുദ്ധ ഖുർആൻ നടത്തിയ പ്രയോഗം ഇൽഖ ആണ്. കാരണം ജഹന്നം എന്ന വാക്കെന്നെ ആഴത്തിലേക്ക് സൂചിപ്പിക്കുന്നതാണ്. ഇൽഖ എന്ന വാക്കും ആഴത്തിലേക്ക് സൂചിപ്പിക്കുന്നതാണ്. മേലേന്ന് കീഴേക്കൊരു സാധനം നിസാരവൽക്കരിച്ച് എറിയുന്നതിനെ കുറിച്ചാണ് ഇൽഖ എന്ന് പറയുന്നത്. ഖുർആന്റെ അത്ഭുതമാണ് ഈ വാക്കുകളൊക്കെ. ഇദാ ഉൽഖൂ ഫീഹാ, മേലേന്ന് വളരെ നിസാരപ്പെടുത്തി താഴേക്ക് ഈ ചവറുകളെ മുഴുവനും എറിയപ്പെട്ടാൽ, സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ ഭയങ്കര സംഗതിയാണ്, ഭയങ്കര ബേജാറാണ്. ഈ രണ്ടാലൊരു സ്ഥലത്തേക്കാലം നമ്മൾ പോണത് ഒന്നുകിൽ കൊടും ഭീകര ബീഭത്സകമായ നരകം, അല്ലെങ്കിൽ അതീവ സുന്ദരമായ സ്വർഗം. ഇതാണല്ലോ ജീവിതത്തിന്റെ എൻഡ്. ഇതുവരെ യാത്രയാണ്. എല്ലാത്തിനും ഒരു എൻഡ് ഉണ്ടാവും, ഒരു അവസാനം. ഇത് നമ്മുടെ യാത്രയാണ്, ഇത് ജീവിതമല്ല. യാത്ര ആലമുൽ അർവാഹ് തുടങ്ങിയിട്ടുണ്ട്. ആലമുൽ അർവാഹ് തുടങ്ങിയിട്ടുണ്ട്. ആലമുൽ ബുത്തൂൻ, ഉമ്മാന്റെ ഗർഭാശയം, രണ്ടാമത്തെ സ്റ്റേഷനാണ്. ആലമുൽ ദുന്യാവ് മൂന്നാമത്തെ സ്റ്റേഷനാണ്. ആലമുൽ ബർസഖ്, ഖബർ ജീവിതം, നാലാമത്തെ സ്റ്റേഷനാണ്. ആലമുൽ ജസാ അഞ്ചാം സ്റ്റേഷനാണ്. അവിടുന്നാണ് തീരുമാനം. ഫരീഖും ഫിൽ ജന്ന ഫരീഖും ഫിസ് സഈർ. അവിടെയാണ് ഈ സംഗതി പറഞ്ഞത്. ഇതൊക്കെ യാത്രയാണ്, ഇതൊന്നുമല്ല. ഇത് ടെന്റ് ജീവിതമാണ്. ഇത് യാത്ര ഇങ്ങനെ പോവാണ്. ഇവിടെ ഒന്നും നിൽക്കൂല, അതിൽ ഇങ്ങനെ പോവാണ്. ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. അള്ളാഹു സ്വർഗാവകാശികളിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. വെള്ളിയാഴ്ച സുബഹിക്ക് ശേഷിരിക്കുന്ന ഞങ്ങളെയോ ഞങ്ങളോട് ബന്ധപ്പെട്ട ആരെയും നീ നരകത്തിൽ ഒരു മൈക്രോ സെക്കൻഡും പെടുത്തല്ലേ അല്ലാഹ്. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ഇദാ ഉൽഖൂ ഫീഹാ, ആഴമേറിയ, ആഴന്ന് മാത്രല്ല ഇരുട്ടാണ്, ഇരുട്ട്. ഊഖിദ അലൈഹാ അൽഫസന ഹത്ത ഹമറത് ثم أوقد عليها ألف سنة حتى بيضت ثم أوقد عليها ألف سنة حتى اسودت فهي سوداء مظلمة محمد مصطفى. ഇത് തമാശയില് കേൾക്കാനുള്ളതല്ല, നാളെ പെരടിക്ക് കൊടുങ്ങണാണ്. ഇത് ഏത് തിരക്കിനടിയിലും തിരക്ക് നിർത്തി വെച്ചിട്ട് ഗൗരവത്തിൽ കേൾക്കേണ്ട കാര്യമാണ്. ഇത് കുറച്ച് തിരക്കായി അതുകൊണ്ട് കേൾക്കാൻ പറ്റില്ല എന്നൊന്നും മഹ്ശറി പറയാൻ പറ്റൂല. നമുക്ക് വരുന്ന സംഗതിയാണ്. ഇതൊക്കെ തിരക്കാണ് ഇത് മാറ്റിവെച്ചാൽ നമ്മൾ ഇനി തിരക്കുന്നോട്ട് രക്ഷപ്പെടൂല്ല. ഇദാ ഉൽഖൂ ഫീഹാ, 3000 കൊല്ലാണ് അള്ളാഹു തആല നരകത്തിന് നേരിട്ട് കത്തിച്ചത്. അള്ളാഹ് നേരിട്ട് കത്തിച്ച് 3000 കൊല്ലം. അള്ളാഹ്ക്ക് 3000 കൊല്ലം കത്തിക്കണോ? ഇതാ അറാദ ശൈഅൻ യഖൂലു ലഹു കുൻ ഫയകൂൻ. ഒരു സെക്കൻഡ് വേണ്ടത് ചൂടാക്കാൻ. ഇനി നമുക്ക് ഗൗരവം കാണിച്ചു തരികയാണ്.
പടച്ചോന് പോവാ. ഏതെങ്കിലും നമ്മളൊരു ഇസ്തിരിപ്പെട്ടി തന്നെ ഒന്ന് ചൂടാക്കാൻ ഒരു 10 മിനിറ്റ് വെക്കുവോ, എന്നിട്ട് കുപ്പായത്തൊക്കെ തട്ടിയാൽ ഉരുകൂലേ? പറയലില്ലേ നമ്മൾ എത്രയും നേരമായി ഓണാക്കി വെച്ചിട്ട് ഇനിയിപ്പൊ കുപ്പായപ്പെടുക്കല്ലേ എന്ന് പറയും. കാരണം കുപ്പായം കിട്ടൂല, ഉരുകും. ഇന്നലെ ഞാന് അവിടെ ഇങ്ങനെ പുക ഓടുന്നുണ്ട്. അപ്പൊ ഞാൻ നോക്കുമ്പോ കുട്ടികൾ ആരും അത് വെള്ളം ചൂടാക്കിയിട്ട് ഓണാക്കി പോയത്. അപ്പൊ ലൈറ്റ് കുറച്ച് വൈകിക്കണ്. അപ്പൊ ചായ ഉണ്ടാക്കല്ലേ, തൊള്ള പൊള്ളും. അതിന് അത്ര ഗൗരവിക്കണ ചൂട്. ഇത് സമയം വൈകിയ നമ്മുടെ അടുത്ത് തന്നെ ചർച്ചയാണെങ്കിൽ അല്ലാഹു തആല നരകത്തിനെ ചൂടാക്കിയത് 3000 കൊല്ലാണ്. സ്വഹീഹായ ഹദീസാണ്. സനദൊക്കെ വളരെ ക്ലിയറാണ്. സ്വഹീഹ ഹദീസാണ്. ഊഖിദ അലൈഹാ അൽഫ സന ഹത്ത മറത്. 1000 കൊല്ലം അല്ലാഹു തആല ചൂടാക്കി, കത്തിച്ച് ചൂടാക്കി. അപ്പൊ നരകം ചുവന്നു തുടിച്ചു. മുഹമ്മദ് മുസ്തഫ സുമ്മ ഊഖിദ അലൈഹാ അൽഫ സന ഹത്ത ബിയല്ലത്. പിന്നെ 1000 കൊല്ലം അള്ള ചൂടാക്കി. ഈ തീക്ക് 3 കളർ ഉണ്ട് എന്നാണ്. തീക്ക് 3 കളർ ഉണ്ട്. അതിൽ 2 കളറേ ദുനിയാവ് കാണുള്ളൂ. വെള്ളയും ചുവപ്പും ദുനിയാവ് കാണും. അത് വേണേ നമ്മൾ പള്ളിയിൽ കാണും. അപ്പൊ ചുവന്ന ലൈറ്റ് ഉണ്ടാവും, ഇത് വെള്ള ലൈറ്റ് കണ്ടങ്ങള്. ഇനി തീക്ക് വേറൊരു കളർ ഉണ്ട്, കറുകറുത്ത കളറാണ്. അത് ദുനിയാവെന്ന് കാണൂല. കാരണം തീയിനെ കറുത്ത കളറാക്കാൻ വേണ്ടി മാത്രം തീ ദുനിയാവിൽ ചൂടാവൂല. അത് കാണാനുള്ളത് നരകത്തിലാണ്. കാണുന്നതിനെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കാണുന്നെ വേണ്ട, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പിന്നെ 1000 കൊല്ലം നിരന്തരമായി സർവശക്തനായ അല്ലാഹു നരകത്തെ അങ്ങ് കത്തിച്ചപ്പോൾ അത് കരുത്തിരുണ്ട് പോയി. നബിയുനാ റസൂലുള്ളാഹി. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഫഹിയ, ആ നരകം ഇപ്പോ സൗദാഉ മുള്ളിമ, കറുകറുത്ത കൂരിരുട്ടുള്ള കറുകറുത്ത സ്ഥലമാണ്, അതിഭീകരമായ സ്ഥലമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. ഈ ഹദീസ് ദറസ് നടത്തുമ്പോൾ ഹസനുൽ ബസരി ബോധം കെട്ട് വീഴുകയാണ്. ഈ ഹദീസ് ചിന്തിക്കുമ്പോ അബൂബക്കറിന് സിദ്ദീഖിന് തലകറങ്ങുകയാണ്. ഉമറുൽ ഫാറൂഖ് കരയുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വാവിട്ട് നിലവിളിക്കുകയാണ്. അലി ഇബ്നു അബീ ത്വാലിബിന്റെ ബാലൻസ് പോവുകയാണ്. ഇതിന് മഗ്രിബ് വരെ ഞാൻ പറഞ്ഞാലും നമ്മൾ ആരും ബാലൻസ് പോകില്ല. അതാണ് ഞാനത് മഗ്രിബ് വരെ പറഞ്ഞാലും നിങ്ങളതല്ല, എന്റെ ബാലൻസും പോകില്ല എന്ന്. കാരണം നമുക്കതൊന്നൊരു വിഷയമല്ല. നമ്മളെ തലയിൽ വേറെ കുറെ ഉള്ളത്. പെരണ്ടാക്കണം, വാതില് വാങ്ങണം, കട്ടില് അത് പിന്നെ മരത്തിൻ്റെതാ വേണ്ടത്, അതാ ഇരുമ്പിന്റെ വേണ്ടതെന്നുള്ള ചർച്ചയിൽ എന്റെ തല പോയിഞ്ഞെന്ന് അതൊക്കെ ഉണ്ടാണ് കയറും. ഇത് കയറണമെങ്കിൽ വേറൊരു തല വേണ്ടേ? സ്വഹാബാക്കൾ ഇതിന്റെ തുമ്പ് കേട്ടാ തല കറങ്ങി വീഴാണ്. നമ്മളെ തലയിൽ പരും കൊടിയാണ്, ആരൊക്കെ അടിച്ചു വെച്ചിക്കണം. അപ്പൊ അതിൽ കിടന്ന് കെട്ടിമരണ എനിക്കുണ്ടതൊക്കെ കയറി കിട്ടണം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതാ ഉൽഖൂ ഫീഹാ, അതിലേക്ക് വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് എറിയപ്പെട്ടാൽ, അതാണ് ഉൽഖു എന്ന വാക്ക് തോന്നിപ്പിക്കുന്നത്. സ്വമേധയ പോയി ചാടൂല. കാരണം ഇതിങ്ങനെ കണ്ടാലുണ്ടല്ലോ ഈ നിപ്പാണ്ട് നിൽക്കൂലേ. അപ്പൊ വലത്തൊരു മലക്ക്, ഇടത്തൊരു മലക്ക്, ബാക്കിലൊരു മലക്ക് നിന്നിട്ട് ഊരക്ക് ചവിട്ടും. ഞാൻ ഈ ഹദീസ് ഇങ്ങനെ സൗദിന്ന് ഒരിക്കലും ഇങ്ങനെ മനസ്സിലിങ്ങനെ കണ്ടു. കാരണം ഞാന് ത്വാഫ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പോകുന്ന സമയത്ത് കഴുത്തിലിങ്ങനെ സത്യം, അപ്പൊ ഈ ഹദീസാണ് എനിക്ക് ഓർമ്മത്. കഴുത്തിലിങ്ങനെ ഒരു പട്ടിട്ടുണ്ട് 2 പോലീസുകാർ, ഒരു കറുത്ത സുഡാനിന്റെ ഇങ്ങനെ അങ്ങോട്ട് കഴുത്തിലിട്ട് മുറുക്കിക്കണ്. എന്നിട്ട് അവിടുന്ന് ഒരു പോലീസുകാരെ ഇങ്ങോട്ട് വലിക്കണ്, ഇവിടുന്ന് ഒരു പോലീസുകാരെ അങ്ങോട്ട് വലിക്കണ്. അപ്പൊ ഇവന് എല്ലാം മസിലുള്ള ആളാണ്. ഇവിടെ അങ്ങോട്ട് ഉരുണ്ടിട്ട് മനുഷ്യനെ കണ്ടാൽ പേടിയാവും. എന്റെ വലിപ്പത്തിൽ മൂപ്പരെ കൈയിന്റെ ഇവിടെ മസിലുണ്ട്. അപ്പൊ ഇയാളെ റോട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇടക്ക് ഇങ്ങനെ സ്റ്റെക്കായുണ്ട്. അതിൽ ബാക്കിൽ നിന്ന് 2 പോലീസുകാർ ഊരക്ക് ചവിട്ടും. തെളിച്ച് കൊണ്ടുപോവാണ്. ചവിട്ടിയാൽ ഇയാൾ നീങ്ങും, പിന്നെയും ചവിട്ടും, അപ്പോഴും നീങ്ങും. അങ്ങനെ ചവിട്ടിയിട്ടാണ് അയാൾ ജയിലിൽ കൊണ്ടുപോയത്. എനിക്കപ്പോ ഹദീസ ഓർമ്മ വന്നത്. വലത്തൊരു മലക്ക്, ഇടത്തൊരു മലക്ക്, ബാക്കിൽ നിന്ന് മലക്ക് ചവിട്ടും. അപ്പൊ ഇതാ ഉൾക്കോ. കാരണം സ്വന്തം കയറി പോകൂല നരകം. സ്വന്തം കയറി പോകാൻ പറ്റുന്ന സ്ഥലമല്ല. അപ്പൊ ചവിട്ടും കുത്തും വലിയ ഒക്കെ ആയിട്ടാണ്ട് പോവാ. എറിയണ കോലങ്ങൾ കേൾക്കണോ? സൂറത്തു റഹ്മാൻ
فيؤخذ بالنواصي والأقدام. ഞാൻ രൂപം കാണിച്ചുതരാം. നമ്മളെ ഈ മൂർദാവ് ഉണ്ടല്ലോ, ഇതിങ്ങോട്ട് പിടിക്കും. നമ്മളതല്ല, അള്ളാഹുത്തല കാത്തുരക്ഷിക്കട്ടെ. പിടിച്ചിട്ട് ബാക്ക് കണ്ട് വലിക്കും. ബാക്കെന്ന കാലുണ്ടല്ലോ, അത് ബാക്ക് കൂടി ഇങ്ങോട്ട് മടക്കിയിട്ട് ഇങ്ങോട്ട് നമ്മൾ ഈ പഴയ കാലത്ത് ഉമ്മാര് കൊള്ളാത്ത വലിയ കൊതുമ്പുകൾ അടുപ്പൊക്കെ വെക്കാൻ മുട്ടും വെച്ചിട്ട് പൊട്ടിക്കുന്നുണ്ടല്ലോ, അതുപോലെ ഇങ്ങോട്ട് മടക്കിയിട്ട് മലക്കുകൾ അവരെ മുട്ടും വെച്ചിട്ട് ഒരൊറ്റ പൊട്ടിക്കല, വാരിയിൽ ഇങ്ങോട്ട് പൊട്ടും. ഈ ഹദീസ് പറഞ്ഞിട്ട് പൊട്ടിക്കറിഞ്ഞു മുഹമ്മദ് മുസ്തഫ. فيؤخذ بالنواصي والأقدام فبأي آلاء ربكما تكذبان. തിരക്കിനിടയിലെ മറക്കരുത്, തിരക്കിനിടയില് മറക്കരുത്. തോന്നും മറന്ന അപകടമാണ്. കാരണം രക്ഷപ്പെടൂല. ചുളിയിൽ രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ നമുക്ക് ആരെങ്കിലുമൊക്കെ ട്രിക്ക് ഉപയോഗപ്പെടുത്തിയിട്ട് ചുളിയിൽ കൂടി രക്ഷപ്പെടായിരുന്നു. അതിനോട്ട് പറ്റൂല. മലക്കുകൾ ഇങ്ങനെ ഓരോ എന്റെ ഉമ്മത്തിൽപ്പെട്ട കാരങ്കൂസുകളെ ഊരമടക്കി എല്ല് പൊട്ടിച്ചിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയല്ലോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു മുഹമ്മദ് മുസ്തഫ. ഇതാ ഉൽഖൂ ഫീഹാ, ആ നരകത്തിലേക്ക് വലില്ലദീന കഫറൂ ബിറബ്ബിഹിം അദാബു ജഹന്നം. അല്ലാഹുവിനെ നിഷേധിക്കുന്നവരില്ലേ, കഴിക്കുന്ന അന്നം അല്ലാഹുവിൻ്റെതാണ്, കുടിക്കുന്ന വെള്ളം അല്ലാഹുവിൻ്റെതാണ്, ശ്വസിക്കുന്ന വായു അല്ലാഹുവിൻ്റെതാണ്, കഴിയുന്ന വസിക്കുന്ന ഭൂമി അല്ലാഹുവിൻ്റെതാണ്, കാണുന്ന മേലാപ്പായ ആകാശം അല്ലാഹുവിൻ്റെതാണ്, ഉദയസൂര്യൻ അല്ലാഹുവിൻ്റെതാണ്, ഭക്ഷണങ്ങളും അല്ലാഹുവിൻ്റെതാണ്, മധുരപാനീയങ്ങളും അല്ലാഹുവിൻ്റെതാണ്, പൂക്കളും അല്ലാഹുവിൻ്റെതാണ്, സൗന്ദര്യങ്ങളും സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും സംവിധാനങ്ങൾ അത്രയും അല്ലാഹുവിൻ്റെതാണ്. ഇത് ഉപയോഗപ്പെടുത്തുമ്പോഴും അവന്റെ ശത്രുവായ പിശാചിന് പണിയെടുക്കുന്നവരില്ലേ, എന്നിട്ട് തൗബ ചെയ്യാതെ മരിച്ചു പോയവരില്ലേ, അദാബു ജഹന്നം വബീസൽ മസീർ. മടക്കസ്ഥാനം ഹീനമായ ഭീകരമായ നരകത്തിലാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മനസ്സറിഞ്ഞിട്ട് നമ്മളെല്ലാരും കൂടി ഒന്ന് അങ്ങോട്ട് ദ്വാരുന്നാൽ അള്ളാഹ്ക്ക് പൊതുവെ 3 കാര്യം അടുപ്പിച്ച് ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ കഴിയാത്തവനാണ് പടച്ചോൻ എന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണല്ലോ ഖുതുബയിൽ ദ്വാരക്കുമ്പോ 3 വട്ടം ദ്വാരക്കണ എന്തിനു വേണ്ടിയിട്ടാണ്? 3 വട്ടം ദ്വാരക്കലുണ്ട് ഖുതുബയില്. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. പഴയ കാലത്തൊക്കെ ഖുതുബയില് മിമ്പർമന്ന് ഈ ദ്വാ അങ്ങനെയാണ് കേൾക്കുമ്പോ എന്റെയൊക്കെ വാണിനൂരിന്റെ ചെറുപ്പത്തിൽ എനിക്കറിയാം, ഈ ദ്വാണ്ട് സ്റ്റാർട്ട് ചെയ്താല് തോളിലുള്ള തോർത്തുണ്ടോ തലയിൽ കെട്ടിയ മുണ്ടൊക്കെ കണ്ണുക്ക് കണ്ട് വീണ കുറച്ച് ആചാര്യന്മാരുണ്ടായിരുന്നു. കാരണം ഓൽക്കതിനെ മേന അറിയാം. അത് ദ്വാരക്കാൻ തുടങ്ങുമ്പോഴേക്ക് ഓല് വെള്ളം തുടക്കാൻ തുടങ്ങും. എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്, ഒരു മാമിറ്റേജ് ഉണ്ടായിരുന്നു. അല്ലാഹുമ്മ അജിർനാ മിനന്നാർന്ന് ഖത്തീബാണ്ട് തോർക്കും. അന്ന് കമ്മക്കുട്ടി മുല്ലേരായിരുന്നു ഖത്തീബ് എന്റെ ചെറുപ്പത്തില്, തലക്കടത്തൂർക്കാരനായിരുന്നു. മൂപ്പരാ തൊണ്ടേന്ന് വരുന്നൊരു ശബ്ദമുണ്ട്, അല്ലാഹുമ്മ എന്ന് പറഞ്ഞിട്ട്. അങ്ങോട്ട് ദ്വാ തുടങ്ങുമ്പോ ഈ കമ്മുകുട്ടേജും മാമിറ്റേജും 2 ആജിമാരുണ്ടായിരുന്നു. ഓലെ 2 മുഖം അങ്ങോട്ട് മാറിയിട്ടുണ്ടാവും. അതില് ഈ മാമുട്ടേജ് മരിച്ചത് 26-ന് അന്ന് തറാവി നിസ്കരിച്ചിട്ടാണ് മരിച്ചത്. 26-ന്. ഞാൻ പൊതുവെ മയ്യത്തിന്റെ മുഖം കാണാത്ത ആളാണ്. പൊതുവെ എന്റെ ഒരു സംസ്കാരമല്ല, കണ്ടുകൂടായില്ല, കാണൽ തെറ്റാണെന്ന് ഞാൻ പറയില്ല. ഞാൻ കാണാൻ നിൽക്കലില്ല വല്ലാതെ. അതാണ് ഈ പറഞ്ഞതിനർത്ഥം. കാരണം അത് സുന്നത്താണെന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. അത് തെളിയിക്കാൻ ആര് വന്നാലും ഞാൻ വെല്ലുവിളി സ്വഭാവത്തിൽ സ്വാഗതം ചെയ്യണം. മയ്യത്തിന്റെ മുഖം കാണൽ സുന്നത്താണ് തെളിയിക്കാൻ ആർക്കും വരാ. കിതാബ് എടുത്തിട്ട് റൂമൊക്കെ വരാം. തെളിയിച്ചെന്നാൽ അന്ന് മുതൽ കാണൽ തുടങ്ങും. അതാണ്. ആ കാണുന്നത് തെറ്റാന്നുള്ള അഭിപ്രായം എനിക്കില്ല.
ഇനി കാണുന്നത് തെറ്റാന്ന് ഞാൻ പറയുന്ന അറിയണ്ട, തെറ്റാന്നുള്ള അഭിപ്രായം എനിക്കില്ല. കണ്ടാൽ ശിക്ഷ കിട്ടും എന്നുള്ള അഭിപ്രായം എനിക്കില്ല. കണ്ടാൽ സുന്നത്താന്നുള്ള അഭിപ്രായം എനിക്കില്ല. കണ്ടാൽ ശിക്ഷ കിട്ടും എന്നുള്ള അഭിപ്രായം എനിക്കില്ല. അതവിടെ ഇരിക്കട്ടെ. ഏതായാലും അന്ന് ഞാൻ കണ്ടു, മുട്ടേജിന്റെ മുഖം ഞാനും കണ്ടു. കാരണം ചിരിച്ചേ കിടക്കുകയാണ്. എന്തോ ഒരു പ്രകാശാന്ന് അറിയാം മനുഷ്യന്റെ മുഖത്ത്. അങ്ങനെയൊക്കെയുള്ള കാലം ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച രാവ്, 26 രാവ്, ചിരിച്ച് മരിക്കുക, അതൊക്കെ അങ്ങനെ കേട്ടിരുന്നു. ഇപ്പൊ മയ്യത്തിന്റെ മുഖം കണ്ട പേരക്കുട്ടിക്ക് പനി പിടിക്കുകയാണ് പേടിച്ചിട്ട്. കാരണം കാലം രണ്ടും മാറി, കോലവും മാറി. അതന്നെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആ പഴയകാല അവസ്ഥയ്ക്ക് പോകണമെങ്കിൽ പഴയകാല കൽബുണ്ടാവേ മാർഗമുള്ളൂ, വേറെ ഒരു മാർഗമില്ല. നരകം ഇങ്ങനെ കേൾക്കും പേടിക്കുക. പഴയ നരകം എന്നുള്ള വിഷയം മാത്രം വെച്ചിട്ട് നമുക്ക് 2 മണിക്കൂർ പ്രസംഗിക്കാം. അള്ളാഹു തൗഫീഖ്. എന്നിട്ടെങ്കിലും ഒന്നും ഞെട്ടിയാലോ? നിങ്ങളല്ല പറയണ, ഞാന് നിങ്ങളോട് പറയാൻ ഞാനാരാ? ആദ്യം ഞാനൊന്നാണ് കേട്ടണ്ടേ. എന്റെ തലയിൽ വരെയും കൂടിയും ഇരുമ്പാ വേണ്ടത് മര വേണ്ടെന്ന് ചിന്തയിലപ്പെടുന്നത്. അതിന്റെ ഇടയിൽ കൂടി താണ്ട് കയറി കിട്ടണ്ടേ. ഞാൻ നിങ്ങളല്ല പറഞ്ഞത്, എന്നെ തന്നെയാണ് പറഞ്ഞത്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ ഇതൊന്ന് തലയിൽ കയറണം. ഇതാ ഉൽക്കൂ. ഈ ഉൽക്കൂന്നതിന് 3 കാര്യമാണെന്ന് പറഞ്ഞത് ഒറ്റ വാക്കിന്. ഒന്ന്, ഇൻസൾട്ട് ആക്കിയിട്ട് ഇടുക, അതാണ് ഇൽഖാ. വേറെ സ്ഥലത്ത് ഖുർആൻ പറഞ്ഞ എന്താ അറിയോ? സിസറും കുറ്റി വലിച്ചിടുന്നതിന് പോലെയാണ് പറഞ്ഞത്. സിസർ ഇങ്ങനെ വലിച്ചിട്ട് ഇടുന്നതിനെ കുറിച്ച്. സുബ്ഹാനല്ലാഹ്, അതന്നെ പറഞ്ഞു. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലഹു അദ്ദദ യഹ്സബു അന്ന മാലഹു ഖലദ കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമാ. അവിടെ നരകത്തിന് ഹുതമ എന്ന് പറഞ്ഞത്. ലയുംബദന്ന എന്ന് പറഞ്ഞത്. നബ്ദ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഈ സാധനം വലിച്ചിട്ട് അതിന്റെ കുറ്റി നമ്മള് ഇതിനാണ് പറയുന്നത് നബ്ദ്. ഏകദേശം അതിന്റെ ചുവയുള്ള ഒരു അർത്ഥാണ് ഇതിനുള്ളത്. ഉൽഖൂ. അല്ലാതെ ബഹുമാനത്തോടെ മാണിക്കല്ലേ അണ്ട് കേറി കൊളിട്ട ഒരാഴ്ച കിടന്നാ മതി എന്നിട്ട് പുറത്ത് പറയട്ടാ, അതൊന്നും പറയില്ല. അവിടെ രാഷ്ട്രീയ സ്വാധീനമില്ല. പണച്ചാക്ക് വില പോവില്ല, നുണച്ചാക്ക് വില പോവില്ല, വക്കീലിനെ വിലക്കെടുക്കാൻ പറ്റൂല. ഒരു ചെറിയ പൈതൽ 6 വയസ്സായിട്ടുള്ളൂ, അതിനെ പീഡിപ്പിച്ച് കയ്യം കൊണ്ട് ശ്വാസം പൊട്ടിച്ച് കൊന്നു. ഓ രക്ഷപ്പെട്ടു. സ്വാധീനാണ്. അതൊക്കെ നടക്കുമ്പോടെ അവിടെ ഒന്നും നടക്കൂല. അതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ദ്വാരക്കല്ലാതെ നിവൃത്തില്ല. നമ്മളെല്ലാരും മനസ്സിലൊരു ആഗ്രഹമാണ്, കുറ്റവാളി ശിക്ഷിക്കപ്പെടണം, കുറ്റവാളി ശിക്ഷിക്കപ്പെടണം, നിരപരാധിക്ക് നീതി കിട്ടണം, നല്ല മനുഷ്യന്മാര് രക്ഷപ്പെടണം. ഇന്ന് ഇത് ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനും ഭൂമിയിലില്ല. പക്ഷെ അത് ഭൂമിയിൽ നടക്കൂല. അത് നടക്കുന്ന സ്ഥലം ആഖിറമാണ്. അതിന് കൃത്യമായ അളവിലും തോതിലും വ്യക്തമായി നടക്കുന്ന ഒരൊറ്റ കോടതിയുള്ളൂ, അത് മഹ്ശർ കോടതിയാണ്. അവിടെ നമുക്ക് രക്ഷപ്പെടണം. അതുകൊണ്ട് ദുആ മാത്രമേ ആശ്രയുള്ളൂ. ഇലാഹി ലസ്തു, ആ പഴയകാല പ്രതാപത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. ഇത് വെള്ളിയാഴ്ച രാവാണ്. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഗ്ലാ ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. അല്ലാഹുവേ, പാലാറ്, വീഞ്ഞാറ്, തേനാറ്, കളകളാറ് മുഴക്കി ഒഴുകുന്ന അരുവികളാൽ സമൃദ്ധമായ, കനക കൊട്ടാരങ്ങളാൽ സമൃദ്ധമായ, പൂക്കളാൽ പഴങ്ങളാൽ സമൃദ്ധമായ സ്വർഗത്തിലേക്ക് കയറാൻ എനിക്ക് അർഹതയില്ല, എനിക്ക് ജ്ഞാനമില്ല, എനിക്ക് ഇബാദത്തില്ല, ഞാൻ സൽഗുണ സമ്പന്നനല്ല. എന്നാൽ വലാ ഖവാ അലാ നാരിൽ ജഹീമി, നിന്റെ കഠിന കഠോരമായ ബീഭത്സകമായ നാരകീയ ജ്വാലയിൽ കയറാനുള്ള കഴിവും എനിക്കില്ല. ഇതിന്റെ ഇടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഞാൻ. അതുകൊണ്ട് ഫാബിലി തൗബതൻ, എനിക്ക് തൗബ ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞാൻ ചെയ്യുന്ന തൗബയെ നീ സ്വീകരിക്കുകയും ചെയ്യണേ അല്ലാഹ്.
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. പടച്ചവനെ, പാവങ്ങളായ അടിമകളെ നാരകീയ തീച്ചൂളയിൽ നിന്ന് നിന്റെ ഔദാര്യം കൊണ്ട് നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. എന്തിന്റെ പേരിലാണെങ്കിലും നീ ഞങ്ങളെ നരകത്തിൽ കടത്തല്ല അല്ലാഹ്. ദോഷങ്ങളൊക്കെ പൊറുക്കുകയും സയ്യാത്ത് ഹസനാത്താക്കി തബ്ദീൽ ചെയ്യുകയും സ്വർഗത്തിലേക്ക് സെലക്ട് ചെയ്യുകയും നടത്തണേ റബ്ബേ. പാവങ്ങളായ ഞങ്ങളെ ദുനിയാവിലുള്ള ഇടങ്ങേറ് ബുദ്ധിമുട്ടുകൾ നീക്കിത്തരണേ അല്ലാഹ്. കടങ്ങളായി മരിപ്പിക്കല്ല അല്ലാഹ്. നിന്നോടോ പടപ്പുകളോടോ കടങ്ങൾ വാക്കി വെച്ച് മരിക്കുന്ന ദൗർഭാഗ്യം വിധിക്കല്ല അല്ലാഹ്. കച്ചവടങ്ങൾ ഉള്ളവർക്ക് ബർക്കത്ത് നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കള് നൽകണേ അല്ലാഹ്. രോഗങ്ങൾ ഉള്ളവർക്ക് ശിഫ നൽകണേ അല്ലാഹ്. പ്രയാസങ്ങളുള്ളവർക്ക് നീക്കിക്കൊടുക്കണേ അല്ലാഹ്. മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് ബർക്കത്ത് നൽകണേ അല്ലാഹ്. യാത്രക്കാർക്ക് സുരക്ഷിതത്വം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, പ്രവാസികളിൽ പലരും പ്രാർത്ഥനയ്ക്ക് പ്രേരിപ്പിച്ചവരാണ്. അവരുടെ പദ്ധതികൾ വിജയിപ്പിക്കുകയും രോഗങ്ങൾ മാറ്റുകയും കടങ്ങൾ വീട്ടുകയും പടച്ചവനെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യണേ അല്ലാഹ്. ഈ മഹല്ലിനെയും ഈ മഹല്ലിലേക്ക് വരുന്നവരെയും ചുറ്റുഭാഗത്തുള്ളവരെയും അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക്, സമൃദ്ധിയിൽ നിന്ന് സമൃദ്ധിയിലേക്ക്, ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക്, വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക്, വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് ആക്കി കൊടുക്കണേ അല്ലാഹ്. പരാജയങ്ങളിൽ നിന്ന്, അപജയങ്ങളിൽ നിന്ന്, പരിഹാസങ്ങളിൽ നിന്ന്, തരത്താഴുന്ന അവസ്ഥയിൽ നിന്ന്, നാണക്കേടിൽ നിന്ന്, മാനക്കേടിൽ നിന്ന്, ഗുരുത്തക്കേടിൽ നിന്ന്, അപമാനനിന്യത, പരിഹാസ, പരീക്ഷണ, പ്രതിസന്ധി രോഗങ്ങളിൽ നിന്ന്, ശത്രുപ്രാളയങ്ങളിൽ നിന്ന്, അവരുടെ പദ്ധതികളിൽ നിന്ന്, അവരുടെ വഞ്ചനകളിൽ നിന്ന്, പാരപോരുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. اللهم انصر أمة سيدنا محمد وارحم أمة سيدنا محمد تجاوز عن أمة سيدنا محمد. മാതാപിതാക്കളിൽ പലരും ഖബറിലാണ്, ഉസ്താദുമാരിൽ പലരും ബർസഖിയായ വിശ്രമത്തിലാണ്, അയൽവാസികളിൽ പലരും മണ്ണിന്റെ അടിയിലാണ്, കുടുംബക്കാരിൽ പലരും മറഞ്ഞു പോയവരാണ്. പ്രത്യേകിച്ച് അല്ലാഹുവേ, പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്നവർ, ഈ മഹല്ലിൽ ഖാദിയായിരുന്ന മരക്കാർ ഉസ്താദ് അടക്കമുള്ളവർ എല്ലാവർക്കും ഈ വെള്ളി പ്രഭാതത്തിലെ പ്രാർത്ഥനയുടെ സവാബ്, ഇൽമിന്റെ സവാബ്, സ്വലാത്തിന്റെ ഹുർമത്തിന്റെ സവാബ് എത്തിച്ചു കൊടുത്ത് അവരുടെ ഖബർ ആരവും ആഘോഷവും അനുഗ്രഹ കേദാരവും ആക്കണേ അല്ലാഹ്. പാവങ്ങളായ ഞങ്ങൾ ഒന്നുമില്ലാതെ നാളെ ഖബറിലേക്ക് വരുമ്പോൾ നീ ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خلق وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم.